Hi friends, welcome to quicklearnpsc. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരള ജിയോഗ്രഫി എന്നുള്ളൊരു പോർഷനുമായിട്ടാണ്. കായലുകൾ എന്നുള്ളൊരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ കായലുകളെ കുറിച്ചുള്ള പോർഷൻ നമ്മുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കായലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ കാര്യം നമ്മുടെ ക്ലാസ്സിലുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡേറ്റ്, ടോപ്പിക്ക്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലിയിൽ ടോപ്പ് 10 പോയിൻറ്റ്സുമായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ മൊത്തത്തിൽ 34 കായലുകളാണ് ഉള്ളത്. മുഴുവനായിട്ട് 34 കായലുകളുണ്ട്. അതിൽ 27 കായലുകൾ കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയാണ്. അതായത് നമ്മുടെ കേരളം ഇങ്ങനെ ഈ ഒരു സൈഡിൽ കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കടലുമായിട്ട് നമുക്ക് ബന്ധമുള്ളത്. അപ്പോൾ ഈ ഒരു തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കായലുകൾക്ക് നേരെ തന്നെ കടലുമായിട്ട് ബന്ധം ഉണ്ടാവും. അപ്പം ഈ കടലിൽ കിടക്കുന്നത് സോൾട്ട് വാട്ടറാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സോൾട്ട് വാട്ടർ ഈ പറയുന്ന കായലിലേക്കും കൂടി കടന്നു കയറുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള കായലിലെ വെള്ളത്തിന് ഉപ്പ് രസമായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന 27 കായലുകളുണ്ട് 37 എണ്ണത്തിനകത്ത്. ബാക്കിയുള്ള 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. അപ്പോൾ അതിന് നേരിട്ട് ഈ പറയുന്ന കടലുമായിട്ട് ബന്ധമില്ല. ഇങ്ങോട്ടിങ്ങനെ മാറിക്കിടക്കുന്ന കായലുകളാണ് അങ്ങനെയുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നു. പശ്ചിമ തീരപ്രദേശത്താണ് കൂടുതലായിട്ടും കായലുകൾ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പശ്ചിമതീരവും പൂർവ്വതീരവും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ പശ്ചിമതീരം എന്ന് പറയുക, ഈ ഭാഗത്തിനെയാണ് പൂർവ്വതീരം എന്ന് പറയുക. ഇതിൽ പശ്ചിമതീരത്തിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ടും കായലുകൾ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കായലുകളെ പറ്റി ബേസിക്കായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. കേരളത്തിൽ പ്രധാനമായിട്ടും 34 കായലുകളുണ്ട്. അതിൽ 27 എണ്ണം കടലുമായി നേരിട്ട് ബന്ധമുള്ളവയും ബാക്കി 7 എണ്ണം കടലുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളുമാണ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കായലുകൾ എന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെയും ഏറ്റവും നീളം കൂടിയ കായൽ തന്നെയാണ് വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലിലാണ് നമ്മുടെ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. 3 ജില്ലകളിലായിട്ട് കിടക്കുന്ന ഒരു കായലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. അപ്പം 3 ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം. നമുക്ക് ജസ്റ്റ് നമ്മുടെ കേരളം ഇങ്ങനെ വരച്ചാൽ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ആലപ്പുഴ എന്നറിയാം. ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ടയമുണ്ട്, ഇവിടെ ആയിട്ട് നമ്മുടെ എറണാകുളമുണ്ട്. അപ്പോൾ ഈ ഒരു 3 ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ 3 എണ്ണത്തിനകത്തൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഓരോരുത്തരത്തോടെയും കടന്നു പോകുമ്പം വേമ്പനാട്ട് കായലിന് ഓരോ പേരുകളാണ്. ഓരോ ജില്ലയിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ഓരോ പേരുകളിലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. അതിൽ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ അതിന് പുന്നമട കായലെന്ന് പറയും. അതുപോലെ തന്നെ കൈതപ്പുഴ എന്നൊരു പേരുമുണ്ട് ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ. കുട്ടനാട്ടിൽ വരുമ്പോഴാണ് എക്സാക്ട്ലി പുന്നമട കായലെന്ന് പറയുക. അതേപോലെ തന്നെ എറണാകുളത്ത് ചെല്ലുമ്പോൾ കൊച്ചി കായൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വീരൻപുഴ എന്നൊരു പേരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ പല സ്ഥലങ്ങളിലുള്ള പല പേരുകളാണ്. എല്ലാം ഒരാൾ തന്നെയാണ് പല ജില്ലകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോ പ്രദേശത്തുള്ള ആൾക്കാരും ഓരോ പേരിട്ട് വിളിക്കുന്നു. എല്ലാം നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ പേരുകൾ തന്നെയാണ്. അപ്പോൾ പുന്നമട എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴക്കാർ വിളിക്കുന്ന പേരാണ് നമ്മുടെ പുന്നമട കായൽ എന്നുള്ള പേര്. അപ്പോൾ ഈ പുന്നമട കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എക്സാക്ട്ലി പുന്നമടക്കായൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. അപ്പോൾ അതിന് ആലപ്പുഴ ചെല്ലുമ്പോൾ വിളിക്കുന്ന പേരാണ് പുന്നമടക്കായൽ എന്നുള്ളത്. അപ്പോൾ ഈ പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പുന്നാര നെഹ്റു എന്നുള്ള കോഡ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പുന്നാര നെഹ്റു എന്നുള്ള കോഡ് ഓർത്ത് വെക്കുകയാണെങ്കിൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേമ്പനാട്ട് കായലിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഈ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ദ്വീപുകളുണ്ട്, പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. പക്ഷി സങ്കേതങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന കുറച്ച് ദ്വീപുകൾ.
അതിലൊരെണ്ണമാണ് പാതിരാമണൽ പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കുമരകം പക്ഷി സങ്കേതം. പിന്നെയുള്ളത് വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. നമ്മുടെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഈ പറയുന്നവയെല്ലാം. അപ്പം ദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചുറ്റും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം ദ്വീപുകൾ എന്ന് പറയുക. അപ്പോൾ വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഈ കുമരകം പക്ഷി സങ്കേതമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ കടന്നു പോകുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് ഈ ഒരു കുമരകം പക്ഷി സങ്കേതം ഉള്ളതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ പറയുന്ന കുമരകം പക്ഷി സങ്കേതം. ഇതിൽ പിന്നെ പാതിരാമണൽ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പക്ഷി സങ്കേതം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് പാതിരാമണലാണ്. ഏറ്റവും വലിയ ദ്വീപ് പാതിരാമണലാണ്. അതേപോലെ ഈ ഒരു വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിദത്ത ദ്വീപല്ല, ഒരു കൃത്രിമ ദ്വീപാണ്. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ദ്വീപാണ് ഈ വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് എന്ന് പറയുന്നത് വൈപ്പിനാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് വൈപ്പിന്. അത്രയാണ് ഈ ഒരു ദ്വീപുകളെപ്പറ്റി നമുക്ക് പറയാനുള്ള കാര്യം. പിന്നെയുള്ള 2 ടേംസും കൂടെ ഈ ഒരു വേമ്പനാട്ട് കായലിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് തോട്ടപ്പള്ളി സ്പിൽവേയും രണ്ടാമത്തേത് തണ്ണീർമുക്കം ബണ്ടും. വേമ്പനാട്ട് കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം വരാതെ, അതായത് കുട്ടനാട്ടിലേക്ക് ആ ഉപ്പുവെള്ളം കയറാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. നമുക്കറിയാം കുട്ടനാട് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഈ കുട്ടനാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഉപ്പ് തണ്ണി വരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ഉപ്പ് തണ്ണി എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം വരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. ഉപ്പ് തണ്ണി അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിനെയാണ് അത് 1975-ലാണ് അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയായത്. പിന്നെയുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, താഴ്ന്ന പ്രദേശമാണല്ലോ, അപ്പോൾ വെള്ളപ്പൊക്കം വരാതെ ആ വരുന്ന വെള്ളത്തിനെ കടലിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പിൽവേ ആണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. NH-66 കടന്നു പോകുന്നത് ഈ ഒരു തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ വേമ്പനാട്ട് കായലിനെ പറ്റി പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏറ്റവും വലിയ കായലാണ്, ഏറ്റവും നീളം കൂടിയ കായലാണ്, ഇന്ത്യയിലെയും ഏറ്റവും നീളം കൂടിയ കായലാണ്. അതുപോലെ തന്നെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ വേമ്പനാട്ട് കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാട്ട് കായൽ എന്ന് പറയുമ്പോൾ പുന്നമടക്കായലാണ് എക്സാക്ട്ലി ആയിട്ടുള്ളത്. പുന്നമടക്കായലിലാണ് ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പുന്നാര നെഹ്റു എന്നുള്ള ആ ഒരു കോഡ് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യം മാറിപ്പോകത്തില്ല. പിന്നെ 3 ജില്ലകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വേമ്പനാട്ട് കായൽ കിടക്കുന്നത്. കോട്ടയം, ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം. അപ്പം കായൽ എന്നുള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ KAEL, കായൽ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 അക്ഷരങ്ങൾ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ഓർത്തിരിക്കാം. ഈ ഒരു 3 ജില്ലകളിൽ കൂടിയാണ് നമ്മുടെ വേമ്പനാട്ട് കായലിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ദ്വീപുകളുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ആ ദ്വീപുകളുടെ പേരുകൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും, ഇത് രണ്ടും നമ്മുടെ വേമ്പനാട്ട് കായലിലാണ് ഉള്ളതെന്നും കൂടെ ഓർത്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നു അഷ്ടമുടി കായലിനെ കുറിച്ച്. രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. ആ അഷ്ടമുടി കായൽ എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാം. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 എന്നാണ് മീനിങ്. മുടി എന്ന് പറഞ്ഞിട്ടുണ്ട് ശാഖകൾ എന്നുള്ള ഓർത്താൽ മതി. അപ്പോൾ 8 ശാഖകളുണ്ട്. അപ്പോൾ ഒറ്റ ഒരു കായലായിട്ടല്ല, 8 ശാഖകളായിട്ടുള്ള കായലാണ് നമ്മുടെ ഈ അഷ്ടമുടി കായൽ എന്ന് പറയാം. ഇവിടുന്ന് ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇതിൻ്റെ കല്ലടയാണ്. അപ്പോൾ ആ കല്ലട ഇങ്ങനെ ഒഴുകി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തീരത്തായിട്ടിങ്ങനെ ഒരു 8 പേരിങ്ങനെ ഉണ്ട്. 8 പേരിങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 8 ശാഖകളായിട്ടാണ് നമ്മുടെ ഈ ഒരു അഷ്ടമുടി കായൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നിയില്ലെങ്കിലും ശരിക്കും നോക്കുമ്പോൾ ഒരു നീരാളിയുടെ ഷേപ്പ് അല്ലെങ്കിൽ പനയോലയുടെ ഷേപ്പൊക്കെയാണ് നമ്മുടെ ഈ ഒരു അഷ്ടമുടി കായലിന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു 8 ശാഖകളായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മുടെ മാപ്പൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു നീരാളിയുടെ ഷേപ്പോ അല്ലെങ്കിൽ പനയോലയുടെ ഷേപ്പോ ഒക്കെയാണ് ഈ ഒരു കായലിന്
പറയുന്നത്. അപ്പോൾ അതിങ്ങനെ 8 എണ്ണമായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നീരാളിയുടെ ഷേപ്പിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാലും, അതേപോലെ തന്നെ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ എല്ലാം ഉത്തരം നമ്മുടെ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ കാണപ്പെടുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ മൺട്രോ തുരുത്ത്, അത് കൊല്ലം ജില്ലയിലെ നമ്മുടെ അഷ്ടമുടി കായലിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. പിന്നെയുള്ളത് കായലിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അതുപോലെ തന്നെ നീണ്ടകര അഴി, അതുള്ളത് നമ്മുടെ അഷ്ടമുടി കായലിലാണ്. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇത് നീണ്ടകര അഴി വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ്. ഇതിന് സഹായം ചെയ്ത രാജ്യം നോർവേയാണ്. നോർവേയുടെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന നീണ്ടകര അഴി നമ്മുടെ അഷ്ടമുടി കായലിൽ വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അഷ്ടമുടി കായലിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ പെരുമൺ ദുരന്തം, ട്രെയിൻ ദുരന്തമാണ്. അത് നടന്ന വർഷം 1988 ജൂലൈ 8-നാണ്. അത് നടന്നത് നമ്മുടെ അഷ്ടമുടി കായലിൽ തന്നെയാണ്. അപ്പോൾ പെരുമൺ ദുരന്തത്തിൻ്റെ വർഷം ഓർത്തിരിക്കുക 1988 ജൂലൈ 8. ഇത്തരം കാര്യങ്ങളാണ് അഷ്ടമുടി കായലിനെ പറ്റി പ്രധാനമായിട്ടും പറയേണ്ടത്. സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കായലാണ് അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലാണ്. നീരാളിയുടെ ഷേപ്പ് അല്ലെങ്കിൽ പനയോലയുടെ ആകൃതി കാണപ്പെടുന്ന എല്ലാം നമ്മുടെ അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് മൺട്രോ തുരുത്തുള്ളത്, ഇതെല്ലാം നമ്മുടെ ഈ ഒരു അഷ്ടമുടി കായലിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെരുമൺ ദുരന്തം കൂടെ ഓർത്തിരിക്കുക, അത് നടന്നത് നമ്മുടെ അഷ്ടമുടി കായലിലാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കായലാണ് ശാസ്താംകോട്ട. ശാസ്താംകോട്ടയും നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച അഷ്ടമുടിയും കൊല്ലം ജില്ലയിലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് ശാസ്താംകോട്ട, ഇതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടയാണ്. ഇതിൻ്റെ ഷേപ്പ് എഫ് ആണ്. എക്സാക്റ്റ് എഫിൻ്റെ ഷേപ്പൊന്നും അല്ല, എങ്കിലും നമ്മൾ മാപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഏറെക്കുറെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ശാസ്താംകോട്ട കായൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് എഫ് ഷേപ്പുള്ള കായൽ എന്നത് അറിയപ്പെടുന്നത്. കായലുകളുടെ അല്ലെങ്കിൽ തടാകങ്ങളുടെ രാജ്ഞിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അടുത്ത കായൽ പൂക്കോട്. പൂക്കോട് തടാകത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. നമുക്കറിയാം വയനാട്ട് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗമായിട്ട് വരും. ഇവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വയനാടിനെ പറ്റി ഓർത്താൽ മതി, ഇതുവരെ പോയാൽ മതി. അപ്പോൾ ഈ വയനാട്ടിലാണ് നമ്മുടെ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പൂക്കോടാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ വടക്കാണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു ഭാഗം വരെ നമ്മുടെ ശുദ്ധജലം ഉള്ളതെന്ന് ഓർത്താൽ മതി. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ശുദ്ധജലമല്ല. അപ്പം നമ്മുടെ ഇവിടെ വരെയുള്ളതാണ് ശുദ്ധജലമായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ശുദ്ധജല തടാകമായിട്ടുള്ള പൂക്കോട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വയനാട്ടിലാണ്. അല്ല, അതേസമയം വടക്കേ അറ്റത്തുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വേറെയാണ്, നമ്മൾ വേറെ പറയുന്നുണ്ട്. വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചെങ്കിൽ മാത്രമാണ് പൂക്കോട് തടാകത്തിൻ്റെ കാര്യം എഴുതേണ്ടത്. അതേപോലെ തന്നെ വയനാടാണ്, മലയോര പ്രദേശമാണ്, ഉയരമുള്ള സ്ഥലമാണ്, അറിയാം. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചെങ്കിൽ അതിൻ്റെയും ഉത്തരം പൂക്കോട് തടാകം എന്ന് തന്നെയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം പൂക്കോട് തടാകമാണ്. ഇത്തരം കാര്യങ്ങളാണ് പൂക്കോട് തടാകത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ കായലാണ് ഈ പറയുന്ന പൂക്കോട് തടാകം. വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവുമാണ്. ഈ ഒരു 3-4 പോയിന്റ്സ് മാത്രം ഈ ഒരു കാര്യത്തിനെ പറ്റി ഓർത്തിരിക്കുക. ഇനി കായലുകളെ പറ്റിയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാപ്പിലൊന്ന് വരച്ച് കാണിക്കുകയാണ്. അപ്പം മാപ്പൊന്നും കണ്ട് നിങ്ങൾ അതൊന്നും കണ്ട് നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ കേട്ടിരുന്നാൽ മതി. ആദ്യം നമുക്ക് ഈ താഴെയും തുടങ്ങാം. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കേ അറ്റമാണ്. അപ്പോൾ തെക്കേ അറ്റത്തുള്ള തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കായൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വേളിയാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് വേളി കടപ്പുറമാണ്. അപ്പം ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്ന വേളി കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് തിരുവനന്തപുരത്താണ്. ഇനി തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കായലും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് വെള്ളായണി.
അപ്പോൾ 2 എണ്ണം തിരുവനന്തപുരത്തിനെ പറ്റി പഠിച്ചു. ഇതിനകത്ത് ഈ വെള്ളായണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തീരപ്രദേശത്തോട് ചേർന്നുള്ളതല്ല, അതുകൊണ്ട് തന്നെ അതൊരു ശുദ്ധജല തടാകമാണ്. വേളി പക്ഷെ വരച്ചത് നമ്മൾ നോക്കിക്കുക, വേളി വരച്ചത് നമ്മൾ ഈ ഒരു തീരപ്രദേശത്തോട് ചേർന്നിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതൊരു ശുദ്ധജല തടാകം അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളി എന്ന് എഴുതണം. തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് വെള്ളായണി വേണം എഴുതാനായിട്ട്. ഇത് രണ്ടും നമ്മുടെ തിരുവനന്തപുരത്താണ്. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൊല്ലം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം വരയ്ക്കുമ്പോൾ ഇതിനകത്തും നമുക്ക് 2 പ്രധാനപ്പെട്ട കായലുകളുണ്ട്, അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടയും. ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അഷ്ടമുടിയാണെന്നുണ്ടെങ്കിൽ നീരാളിയുടെ ഷേപ്പിലുള്ളതായിരിക്കും. ശാസ്താംകോട്ട എന്ന് പറയുമ്പം F ഷേപ്പിലാണ്, തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ശാസ്താംകോട്ട. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോട്ടയമുണ്ട് ഇവിടെയായിട്ട്. ഈ മോൾ ഭാഗത്തായിട്ട് നമ്മുടെ എറണാകുളമുണ്ട്. അപ്പോൾ ഈ ഒരു 3 എണ്ണത്തിലൂടെയും കടന്നു പോകുന്ന ഒരു കായലിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ആ കായലിൻ്റെ പേരാണ് വേമ്പനാട്ട് കായൽ. നമ്മുടെ നെഹ്റു ട്രോഫിയൊക്കെ വള്ളംകളിയൊക്കെ നടക്കുന്ന വേമ്പനാട്ട് കായൽ ഈ ഒരു 3 ജില്ലകളിലായിട്ടാണുള്ളതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകുന്നു. 1-2 കായലിൻ്റെ പേരും കൂടെ പറയുകയാണ്. മലപ്പുറത്ത് ഒരു കായലുണ്ട്, അതിൻ്റെ പേരാണ് VM കായൽ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടൊന്നും പറയാനില്ല. ഈ ഒരു കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാനും മാത്രം മലപ്പുറത്താണ് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. പിന്നെയുള്ളത് കോഴിക്കോട് ഒരു കായലുണ്ട്, അതിൻ്റെ പേരാണ് മാനാഞ്ചിറ. മാനാഞ്ചിറ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായുള്ള കായലാണ് മാനാഞ്ചിറ എന്ന് പറയുന്നത്. മനുഷ്യൻ, മാന അങ്ങനെ പറഞ്ഞിട്ട് ഓർത്തിരുന്നാൽ മതി കേട്ടോ. മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായ കായൽ. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വയനാട്ടിലുള്ള പൂക്കോട് തടാകം, ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം, തെക്കേ അറ്റത്തുള്ളത് വെള്ളായണിയും വടക്കേ അറ്റത്തുള്ളത് പൂക്കോടും. പിന്നെയുള്ളത് കണ്ണൂരാണ്. കണ്ണൂരിലും ഒരു കായലുണ്ട്, അതിൻ്റെ പേരാണ് കവായി. കണ്ണൂരിലുള്ളത് കവായി. 2 എണ്ണത്തിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും മുകളിൽ പോകുമ്പോൾ ഉപ്പളയാണ്, കാസർഗോട്ടുള്ളതാണ്. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന കായലാണ് ഉപ്പളക്കായൽ. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പളക്കായലും, തെക്കേ അറ്റത്തുള്ള കായൽ വേളി. 2 എണ്ണം ഉണ്ട്. ഏറ്റവും തെക്കേ അറ്റത്ത് വരുന്നത് വേളിയും വടക്കേ അറ്റത്ത് വരുന്നത് ഉപ്പളക്കായലും. തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ വെള്ളായണിയും, വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ പൂക്കോടും. ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ കായലുകളെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. താങ്ക് യു.